ഇന്നിപ്പോ ലീഡ് ഏതായിരിക്കും എന്നുള്ളതാണ് അല്ലേ. തെന്നലയുടെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് ഇന്നാണ്. അപ്പൊ എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജ് വാർത്തയായി തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗം ഉണ്ടാകും. മാതൃഭൂമി പോയി മറഞ്ഞു തെന്നലക്കാലം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വളരെ സൗമ്യമായ ഒരു ചിത്രം കൂടിയാണ്. ആ ഒരു മുഖഭാവത്തോടെ അല്ലാതെ എന്റെ ഒരു ഓർമ്മയിലെ അദ്ദേഹം നല്ല മനോഹരമായ ചിരിയുമാണ് അല്ലേ. അതെ, ഒരു നിഷ്കളങ്കത്വമുള്ള ചിരി, ഒരു സൗമ്യനായ മനുഷ്യൻ. മാതൃഭൂമി അതാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. സൗമ്യതയുടെയും ആദർശത്തിന്റെയും രാഷ്ട്രീയ മുഖവും KPCC മുൻ അധ്യക്ഷനുമായ തെന്നല G. ബാലകൃഷ്ണപിള്ള ഇനി ഓർമ്മ. പാർട്ടി തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ എപ്പോഴും ഒരു മധ്യസ്ഥന്റെ റോൾ വഹിച്ചിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും 2001 അദ്ദേഹത്തോട് മാറാൻ പറയുമ്പോഴേക്കും മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എന്ന് ഇന്നലെ കൂടി KC ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എല്ലാ നേതാക്കളും പറഞ്ഞത്. ഇപ്പോൾ സുജയമടക്കം പറഞ്ഞ പോലെ സൗമ്യനായ മുഖം എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല അന്നും അതെ എപ്പോഴും. കാരണം അദ്ദേഹത്തിന് ഈ പണം സമ്പാദിക്കുന്നതിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള താല്പര്യങ്ങൾ വരുമ്പോഴാണല്ലോ വ്യക്തിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മനോരമയുടെ അതിന്റെ തലക്കെട്ട് തെന്നലായി ഒഴുകി മറഞ്ഞു എന്നാണ്. മുൻ KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള വിടവാങ്ങി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1-ന് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ. ഈ പെരുന്നാൾ പടങ്ങളൊക്കെ എന്താണ് പത്രങ്ങളില്? ബക്രീദ് ആശംസ മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് മക്കയിലെ കാബയ്ക്ക് ചുറ്റും നമസ്കരിക്കുന്ന വിശ്വാസികളുടെ ദൃശ്യമാണ്. ഇന്നലെ ആയിരുന്നല്ലോ ഗൾഫിൽ ബലിപെരുന്നാൾ, ഇന്ന് നമ്മുടെ നാട്ടിൽ ബലിപെരുന്നാൾ. അപ്പോൾ ആ അവധിയൊക്കെ സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ എന്തായാലും ഒരു ഭാഗത്തേക്ക് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും വിവാദങ്ങൾക്ക് അവധി കൊടുക്കാം, പെരുന്നാളിന്റെ ഒരു ആഘോഷത്തിലേക്ക് പോകാം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പലിശ ഭാരം കുറയുമെന്നുള്ളതാണ്. അടിസ്ഥാന പലിശ 0.5% കുറിച്ചുള്ള വെങ്കി ഒരു സാമ്പത്തിക വിദഗ്ധരായ സ്ഥിതിക്ക് ആ വാർത്തയിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. കാരണം കഴിഞ്ഞ 3 പ്രാവശ്യം എന്ന് പറയുന്നത് 0.25% കുറച്ചിരുന്നത്. പക്ഷേ ഇതൊരു 0.50% അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് വാഹന വ്യക്തിഗത വായ്പകളിൽ ആശ്വാസം ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ സ്വർണം പണയം വെച്ചിട്ടുണ്ടോ, അതിന്റെ പലിശയും നമ്മൾ അടയ്ക്കുന്ന പലിശയും ആനുപാതികമായിട്ട് കുറയും. പക്ഷെ EMI ഒക്കെ നമുക്ക് വീണ്ടും അടയ്ക്കേണ്ടി വരുമല്ലോ. അതും ശരിയാണ്. ഞാൻ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇരിക്കട്ടെ എന്ന് ചോദിച്ചതാ. ഈ EMI ഓർത്തപ്പോ കുറച്ച് ആശ്വാസം പോയി കിട്ടി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത RCB ഉദ്യോഗസ്ഥനടക്കം 4 പേർ ബംഗളൂരു സ്റ്റാമ്പേഡിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവമായി പോവുകയായിരുന്നു. അതിൽ കിരീട ജേതാക്കളുടെ അതായത് RCBയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി അടക്കമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെനാബ് പാലത്തിൽ ഈ റെയിൽവേ ആർച്ച് പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ആ പാലത്തിലൂടെ പ്രധാനമന്ത്രി പോകുന്ന ഒരു ചിത്രവും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലുണ്ട്. മനോരമയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് കേട്ടോ, നമ്മുടെ വാർത്തയാണ്. മെസ്സി വരും മെസ്സി വരും, കേരളത്തിലേക്ക് വരും. മന്ത്രി സ്ഥിരീകരിച്ചു, നമുക്ക് നന്ദിയും പറഞ്ഞു. വളരെ സന്തോഷമുള്ള ആദ്യ പേജിൽ തന്നെ ദേശാഭിമാനി അത് കൊടുത്തിട്ടുണ്ട്. മന്ത്രി കോട്ട് ചെയ്തുകൊണ്ട്. അതെ, ആ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകം തന്നെയാണ് മെസ്സി വരും. വാർത്ത എങ്ങനെയാണ്? ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീമിനൊപ്പം സൂപ്പർ താരം ലയണൽ മെസ്സിയും കേരളത്തിലെത്തും. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മെസ്സി വരും എന്നാണ് മന്ത്രി കുറിച്ചത്. ഞാൻ മാതൃഭൂമിയുടെ സ്പോർട്സ് പേജ് നോക്കുമായിരുന്നു, അതിൽ കണ്ടില്ല. മനോരമയിലുണ്ടോ? മനോരമ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പത്രത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും മെസ്സി വരും എന്നുള്ളതാണ്. അതാവുണ്ട് മാതൃഭൂമിയെ ഞാൻ തെറ്റിദ്ധരിച്ചു. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ ഒരു കോളം വാർത്തയായിട്ടുണ്ട്. പേജ് നമ്പർ 15 അർജന്റീന ടീം വരുമെന്ന് ഉറപ്പിച്ച മന്ത്രി. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചിത്രമൊന്നുമില്ല. മെസ്സി വരും എന്നെഴുതിയ പോസ്റ്ററും പങ്കുവച്ചു. എന്നാൽ എപ്പോഴാണ് ടീം എത്തുകയെന്ന് സൂചന നൽകിയില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രിയുടെ സ്ഥിരീകരണം എന്ന രീതിയിലാണ് മാതൃഭൂമി വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ വാർത്ത തന്നെ പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറിൽ അതെ, ടെൻഷൻ വേണ്ട, അത് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ പെരുന്നാളിനെ കുറിച്ച് ചോദിച്ചല്ലോ. മാധ്യമത്തിന്റെ അവരുടെ മാധ്യമം എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ ഈ പെരുന്നാൾ ഒരു ഫീലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വായനക്കാർക്ക് ആശംസകൾ നൽകിക്കൊണ്ട് ജംറയിലെ കല്ലറിയൽ കർമ്മത്തിന്റെ ചിത്രമാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. മറ്റു വാർത്തകളെല്ലാം സമാനമായ രീതിയിലാണ് എല്ലാ പത്രങ്ങളിലും. തെന്നല ഷൈനിന്റെ കുടുംബത്തിനൊക്കെ ഏറ്റ അപകടം അതും മനോരമ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പേജിൽ തന്നെ. അങ്ങനെ ഒരുപാട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. അതോടൊപ്പം മറ്റൊരു കാര്യം, ലക്ഷദ്വീപിൽ ഈ ദ്വീപ് സിലബസിൽ അറബിക്ക് വെട്ട് എന്നുള്ള വാർത്ത. ലക്ഷദ്വീപിൽ പ്രാദേശിക ഭാഷകളായ മഹൽ അറബി ഭാഷകളെ സ്കൂൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയ ഉത്തരവ് നടപ്പാക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു എന്നുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു. അതോടൊപ്പം +1 ഒന്നാം അലോട്ട്മെന്റിലെ പ്രവേശനം, സ്ഥിരപ്രവേശനം കിട്ടിയ കുട്ടികളുടെ എണ്ണം, താൽക്കാലിക പ്രവേശനം കിട്ടിയ കുട്ടികളുടെ എണ്ണം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ബാക്കിയുള്ളവർക്ക് കാത്തിരിക്കാം എന്നതാണ്. അതോടൊപ്പം ഗവർണറെ പിൻവലിക്കണമെന്ന് രാഷ്ട്രപതിക്ക് CPI അയച്ച കത്തിന്റെ വാർത്ത.
പേജിൽ പത്രങ്ങളിലെല്ലാം പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. രാജ്ഭവനിലെ സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ച ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സിപിഐയുടെ രാജ്യസഭാംഗം പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത്. ഭാരതാംബയ്ക്ക് RSS മുഖച്ഛായ വേണ്ട എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും ബോക്സായിട്ട് മാധ്യമം നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നമ്മളിപ്പോ കാണുന്നത്. അതെ, ഈ ദേശാഭിമാനിയുടെ മെയിൻ ലീഡ് നമുക്കൊന്ന് വായിച്ചു പോകാം. ഈ ഭീകരതയ്ക്കെതിരെ രാജ്യവ്യാപക പ്രചാരണം CPI നടത്തുന്നതാണ്. സൈനിക നടപടി രാഷ്ട്രീയ പദ്ധതിയാക്കരുതെന്ന് MA ബേബിയുടെ ഒരു കോട്ടാണ്. ഇതിൽ വാർത്ത എങ്ങനെയാണ്: പഹൽഗാം ഭീകരാക്രമണ ശേഷമുള്ള സൈനിക നടപടിയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് CPIM. ഭീകരതയ്ക്കും യുദ്ധമുറവിളിക്കും പഹൽഗാം ഭീകരാക്രമണം ഉപയോഗിച്ച് വർഗീയ വിദ്വേഷം പടർത്താനുള്ള ശ്രമങ്ങൾക്കുമെതിരെ രാജ്യവ്യാപകമായി CPIM നേതൃത്വത്തിൽ ജൂണിൽ ഒരാഴ്ച നീണ്ട പ്രചാരണം സംഘടിപ്പിക്കുമെന്ന് MA ബേബി പറയുന്നു. ഇതാണ് മെയിൻ ലീഡ് വാർത്ത. നമ്മൾ ആ ലീഡ് വാർത്ത വായിച്ചില്ല, സാധാരണ വായിക്കാറുള്ളതാണല്ലോ ലീഡ് വാർത്ത. അല്ല, ഇത് കണ്ടില്ല, ഇത് പറഞ്ഞില്ല. എന്തൊരു ചേലാണ്. അതെ, ആ ചേലെന്താ കാണാതെ പോയത്? അങ്ങനെ വാർത്തകൾ എങ്ങനെ വന്നപ്പോഴേ സ്വരാജ് പെരുന്നാളിന് മൈലാഞ്ചി ഇടുന്ന കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന മനോഹരമായ ചിത്രം അത് ഇന്ന് നമുക്ക് കുറെ കാണാം. എല്ലാ സ്ഥാനാർത്ഥികളും ഈദ്ഗാഹുകളിലൊക്കെ കുട്ടികളുടെ ഒപ്പം ഒക്കെ കളിച്ച് ചിരിക്കുന്നൊക്കെ. അതെ, പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈലാഞ്ചി ഇടുന്ന ദൃശ്യം, അതോടൊപ്പം തന്നെ ഈ ഭക്ഷണത്തിന്റെ ദൃശ്യം, എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്നത്, പരസ്പരമുള്ള ആ ഒരു ആലിംഗനം, അതൊക്കെയാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഇമേജസ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത്ര സന്തോഷമുള്ള ഒരു ദിവസവും കൂടിയാണ്. സാധാരണ എല്ലാ ആഘോഷങ്ങളും നമുക്ക് അങ്ങനെയല്ല. ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാള്. മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഘോഷവും എല്ലാവരും ആഘോഷിക്കും. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഈ പെരുന്നാളിന്, അത് ഞാൻ പറഞ്ഞിരുന്നു, ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി സ്പെഷ്യലാണ്. അപ്പൊ അങ്ങനെ എല്ലാ ആഘോഷവും എല്ലാവരും ആഘോഷിക്കുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണത വരുന്നത്. ഉച്ചത്തെ ആഘോഷം ഇപ്പോഴേ പ്ലാൻ ചെയ്ത്, അതെ, എല്ലാം അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകൾ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കൂ റോഷ്നി. യെസ്, ഓക്കെ.